Welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. This session we are discussing a new topic, that is social and cultural environment. So, business and culture are closely connected. So, social and cultural environment refers to the influence exercised by certain social and cultural factors like family, marriage, religion, and education, attitude of people to work, ethics, attitude to wealth and social responsibility of business. Therefore, socio and cultural environment means that business and culture are closely connected. നമ്മളുടെ ബിസിനസ്സും നമ്മുടെ കൾച്ചറും ഇത് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. And so, social and cultural environment refers to the influence exercised by certain social and cultural factors. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എക്സൈസ്ഡ് ബൈ ദി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്, നമ്മുടെ ഫാമിലി ഇല്ലേ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മുടെ ഫാമിലിയായിട്ട് ഏകദേശം ഒരു ടൈപ്പ് കാണില്ലേ, നമ്മൾ വളർന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ ബിസിനസ് മേഖല തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മുടെ മാരേജ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ടു വർക്ക്, എത്തിക്സ്, ആറ്റിറ്റ്യൂഡ് ടു വെൽത്ത്, സോഷ്യൽ റെസ്പോൺസ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ് റിഫേഴ്സ് ടു ദി ഇൻഫ്ലുവൻസ് എക്സസൈസ്ഡ് ബൈ സർട്ടൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പം നമ്മളുടെ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഫാമിലി, മാരേജ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ, ആറ്റിറ്റ്യൂഡ് ടു പീപ്പിൾ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഒരു സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത് തന്നെ ഈ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സും നമ്മുടെ കൾച്ചറും കണക്റ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നമ്മുടെ ഫാമിലി, റിലീജിയൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഒരു ബിസിനസ് ആകുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകുന്നത്. അപ്പോൾ കൾച്ചറും ബിസിനസ്സും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ വി ക്യാൻ സം അപ്പ് സേസ് ദാറ്റ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ക്ലിയർ വിത്ത് ദി പോയിന്റ്? So here is the definition of culture. That is, in simple word, culture refers to such activities as dance, drama, music and festival. ഇല്ല, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ കൾച്ചറായിട്ട് പറയുന്നത് എന്താണ്, ചിലപ്പോൾ ഡാൻസ് ആവാം, ട്രഡീഷണൽ ഡാൻസ് ആവാം, ഡ്രാമ ആവാം, മ്യൂസിക് ആവാം, അല്ലെങ്കിൽ ചില ഫെസ്റ്റിവൽസ് ആവാം, ഇതിനെയൊക്കെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. സോ ബട്ട് ഇൻ ദ ട്രൂ സെൻസ് ഇല്ലേ, ഒരു ഓഥർ പറയാണ്, E.B. Taylor says that culture is understood as that complex whole which include knowledge, belief, art, law, morals, customs and other capabilities acquired by an individual as a member of a society. അപ്പം ടൈലർ എന്ന് പറയുന്ന ഓഥർ പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഇല്ലേ, അദ്ദേഹം സൊസൈറ്റിയിലൊരു മെമ്പർ ആണെങ്കിൽ അദ്ദേഹം സൊസൈറ്റിയിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവ്, നോളജ് ആവാം, ബിലീഫ്, വിശ്വാസം, ആർട്ട്, കലയാവാം, ലോ, നിയമങ്ങളാവാം, ചില മോറൽസ് അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ കസ്റ്റംസ് ആവാം, ആൻഡ് അതർ കേപ്പബിലിറ്റി റിക്വയർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗമായ ഒരു വ്യക്തി അദ്ദേഹം സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും കൾച്ചർ എന്ന് പറയുന്നത് ഇല്ലേ. ഇപ്പോൾ നമ്മൾ ഈ വാക്ക് പലപ്പോഴും പലയിടത്തും ഉപയോഗിക്കാറുണ്ട്, കൾച്ചർ ഉണ്ടെന്നും കൾച്ചർ ഇല്ലെന്നും ഒക്കെ നമ്മൾ പല സിറ്റുവേഷനിൽ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ഹോൾ വിച്ച് ഇറ്റ് ഇൻക്ലൂഡ്സ് knowledge, belief, art, law, morals, custom and other capability acquired by an individual as a member of society. അപ്പം ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വ്യക്തി അവിടെ എങ്ങനെയാണ് അവൻ ആ സൊസൈറ്റി, ഇപ്പം നമ്മളിൽ തന്നെ ചിലർ പറയാറുണ്ട് ഇല്ലേ, വീട്ടിലിരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല, പക്ഷേ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നക്കാരാവുന്ന പല ആൾക്കാരും ഇല്ലേ, ചില നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂട്ടുകാരുടെ കാര്യമൊക്കെ പറയില്ലേ, വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയും, പക്ഷേ സൊസൈറ്റിയിലൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ 10 പേര് കൂടുന്നിടത്ത് ചെല്ലുമ്പോഴാണ് ചിലപ്പം ഒരു ഒച്ചപ്പാട് കേട്ട ഉടനെ അതിൻ്റെ പുറകെ പോകും, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തി. പക്ഷേ അപ്പോൾ ഒരു സൊസൈറ്റിയിലായിരിക്കെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിലാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില കോൺസെപ്റ്റ്സുകൾ, നമ്മുടെ അറിവുകൾ എന്താണ്, അതാണ് ഒരു വ്യക്തിയുടെ കൾച്ചർ എന്നൊരു വ്യക്തിയെ വ്യക്തിയാക്കുന്നതില്ലേ എന്ന് നമുക്ക് പറയാം. ക്ലിയർ വിത്ത് ദി പോയിന്റ്?
And so we can say that culture is not confined to one particular period of time. ഇല്ലേ, കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം, ഇപ്പോൾ ചിലർ പറയാറുണ്ടല്ലേ, ഇന്ന ആളുടെ കൂടെ കൂടിയതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ ആ സ്ഥലത്ത് പോയപ്പോഴാണ് എനിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കൾച്ചറിനെ കൺഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു, ഒരിക്കലും നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. ആൻഡ് സോ ഇറ്റ് ഹാസ് ടു ഫിനോമിന, ദാറ്റ് ഷെയർഡ് വാല്യൂ ആൻഡ് ദി പാസേജ് ഓഫ് ടൈം. ഒന്ന് ഷെയർഡ് വാല്യൂസ് ആണ്, അല്ലേ, പലരിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുന്ന ചില മൂല്യങ്ങളാവാം. പിന്നെ സമയത്തിൽ ചില ശീലങ്ങൾ നമ്മൾ കാലഘട്ടം, അല്ലേ, കാലം മാറും തോറും ചിലപ്പോൾ നമ്മൾ മാറ്റിയെടുക്കാൻ, ചില നമുക്ക് പുതിയ സ്വഭാവങ്ങൾ വന്നു ചേരാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും കൾച്ചർ ഈസ് നോട്ട് കൺഫൈൻഡ് ടു വൺ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ആൻഡ് സോ ദ കൾച്ചർ ഓഫ് സൊസൈറ്റി ഈസ് ഷെയർഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു സൊസൈറ്റി, ഒരു വ്യക്തി, ഇല്ലേ, കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അത് ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പം ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സ്പോർട്സ്, അല്ലേ, താരങ്ങളൊക്കെ ഉണ്ട്, ഇവരുടെയൊക്കെ പല കാര്യങ്ങളും കുട്ടികൾ അനുകരിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വരുന്ന ഷെയർഡ് വാല്യൂസാണ്. ആൻഡ് ദ കൾച്ചറൽ എത്തോസ് ആർ പാസ് ഫ്രം വൺ ജനറേഷൻ ടു ജനറേഷൻ. ഇനി നമ്മളിൽ നിന്ന് അടുത്ത തലമുറ, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നാളെ നിങ്ങളെല്ലാം ഫാമിലിയിൽ, ഇല്ലേ, അല്ലെങ്കിൽ പേരൻസ് ആവുമ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങളിലേക്ക് കിട്ടുന്ന ചില അറിവുകൾ, ചില വിശ്വാസങ്ങൾ, ചില മൂല്യങ്ങൾ, ഇത് നിങ്ങൾ കുട്ടികളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ഒരു ജനറേഷൻ ടു ജനറേഷൻ വരെ ഈ കൾച്ചർ മുന്നോട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം ശരിക്കും ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽ, കസ്റ്റം, അങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെന്ന് പറയാം, കൾച്ചർ എന്ന് പറയാം. ക്ലിയർ വിത്ത് ദി പോയിന്റ്? So now we can discuss the concept of culture. That is, Francis Merrill has formulated the concept of culture as follows. അപ്പം ഫ്രാൻസിസ് മെറിൽ എന്ന് പറയുന്ന ഓഥർ, അദ്ദേഹം പറയുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് characteristically human product of social interaction. It provides socially acceptable pattern of meeting biological and social needs, and it is cumulative and is passed on from generation to generation in a given society, and it is learned by each individual in the course of its development in a particular society. ആദ്യം പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് characteristically human product of social interactions, അല്ലേ. അപ്പം ഒരു കൾച്ചർ എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ, സൊസൈറ്റിയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു മൂല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൾച്ചറിനെ. എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി ഹ്യൂമൻ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചാൽ മാത്രം, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വീട്ടിൽ മാത്രം ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ്, ഒന്ന് ടി വി കാണും, അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കും. പക്ഷേ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകുന്നത്. അപ്പം സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവന് കിട്ടുന്നൊരു ഹ്യൂമൻ പ്രോഡക്റ്റ്, ഇല്ലേ, നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല, ഇല്ലേ, നമുക്ക് കിട്ടുന്ന ചില അറിവുകൾ, ചില വിശ്വാസങ്ങൾ, ചില മൂല്യങ്ങൾ, ഇതിനെയാണ് ശരിക്കും നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. Second is, it provides socially acceptable pattern of meeting biologically and social needs. ഇനി ഈ കിട്ടുന്ന കാര്യങ്ങൾ, നോളജും ബിലീഫും കസ്റ്റവും ഒക്കെ നമ്മൾ പറഞ്ഞു, ഇതെന്ന് പറഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതായത് സൊസൈറ്റിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ഒരിക്കലും അവന് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം കോമൺ ആയിട്ട് സൊസൈറ്റിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മാനേഴ്സ്, ചില കസ്റ്റം, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും അവിടെ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ it provides socially acceptable pattern for meeting biological and social needs. Next is, it is cumulative and is passed from one generation to generation in a given society. ഇനി ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ട്, അതായത് നമുക്ക് കിട്ടുന്ന ഒരു അറിവ്, ഒരു മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് സമയാസമയങ്ങളിൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇത് പകർന്നുകൊണ്ടേയിരിക്കും. അത് ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഇപ്പം അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം അമ്മ ഷെയർ ചെയ്യുന്നെങ്കിൽ അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടും. പിന്നെ കുട്ടികൾ ഫാമിലി ആകുമ്പോൾ അത് അവരുടെ കുട്ടികളിലേക്ക് പോകും. ഇനി ഈവൻ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എന്താണ്, നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഫ്രണ്ട്സിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ, അല്ലേ, അവരുടെ അനുകരിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ്, ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഈ കൾച്ചർ കൈമാറുന്നു, അതും സൊസൈറ്റിയുടെ ഭാഗമാണ്. And the next is, it is learned by each individual in the course of its development in a particular society. അങ്ങനെയാണെങ്കിൽ
ഓരോ വ്യക്തിയും അവൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവൻ കുറേ കാര്യങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നു ഇല്ലേ. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആണെങ്കിൽ ഇപ്പോൾ സ്കൂൾ ലൈഫൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മളെ പേരൻസ് നിങ്ങളെ ഒറ്റയ്ക്ക് സൊസൈറ്റിയിലേക്ക് ഇറക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ പോവുക, ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വരണം, ട്യൂഷനുണ്ട്, അത് കഴിഞ്ഞ് ഒരിക്കലും നമ്മൾ വെളിയിലേക്ക് അങ്ങനെ ഒരു സന്ധ്യ അല്ലെങ്കിൽ രാത്രി സമയത്ത് പുറത്ത് പോകത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കോളേജ് ലൈഫൊക്കെ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, കോളേജിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുന്ന വഴിക്കും കൂട്ടുകാരായിട്ട് ചിലപ്പം പുറത്തോട്ടൊക്കെ പോകും. വന്നു കഴിഞ്ഞ് പിന്നെ നിങ്ങളൊന്ന് കറങ്ങും, ചിലപ്പോൾ 8 മണി വരെയൊക്കെ നിങ്ങൾ കറങ്ങാൻ പോകും. അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് സൊസൈറ്റിയിൽ നിന്ന് അവൻ നേടേണ്ട ചില കാര്യങ്ങൾ, അതുകൊണ്ടാണ് അതിനെ കൾച്ചർ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് ലേൺ ബൈ ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ഡെവലപ്മെൻറ്റ്. അവൻ്റെ വളർച്ചയുടെ കാലഘട്ടം, അതായത് ഓരോ സ്റ്റേജിലും അവൻ സൊസൈറ്റിയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വി സേസ് ദാറ്റ് it is characteristically human product of social interaction, provides socially acceptable pattern of meeting biological and social needs. Third is it is cumulative as it is passed from one generation to another. And next is it is learned by each individual in the course of its development in a particular society. Clear with the point? Next is therefore a basic determinant of personality. അപ്പോൾ കൾച്ചറിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ് ഇസ് എ ബേസിക് ഡിറ്റർമിനൻ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം കാണിക്കുന്നതാണ് കൾച്ചർ അല്ലേ. നമ്മൾ ക്ലാസ്സിൽ തന്നെ എപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്. ഒരു ക്ലാസ് റൂമിലായിരിക്കുമ്പോൾ എങ്ങനെയാണ്, വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, നമ്മളുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഈ നമുക്ക് കിട്ടുന്ന ഈ അറിവ്, കസ്റ്റം, ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റിയെ പ്രതിഫലിക്കില്ലേ. ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വരുന്ന ഓരോ ഭാവങ്ങളും ഓരോ വാക്കുകളും നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നതിൻ്റെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൾച്ചർ ഈസ് എ ബേസിക് ഡിറ്റർമിനൻ്റ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ചില മൂല്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മുന്നിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയിലായിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ഇല്ലേ, അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എക്സിസ്റ്റൻസ് അപ്പോൺ ദി കണ്ടിന്യൂഡ് ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി ബട്ട് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇല്ലേ. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സിസ്റ്റൻസ് അപ്പോൺ ദി കണ്ടിന്യൂഡ് ഫങ്ഷൻ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന നിലയിൽ നിലനിൽക്കുന്നത് എന്ന് വരെയാണോ അവിടെ വരെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിൽ ഈ കൾച്ചർ നിലനിൽക്കും. അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരില്ലേ, എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ അറിവ്, എൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോഴും എനിക്ക് അത് തന്നെ ആയിരിക്കണം. ഞാനൊരു ഗ്രൂപ്പിൽ ചെന്ന് പെടുമ്പോഴും എൻ്റെ മൂല്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം സൊസൈറ്റി നിലനിൽക്കുന്നിടത്തോളം ഞാനെന്ന് പറയുന്ന വ്യക്തിയും ഗ്രൂപ്പ് എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കുന്നതും എങ്ങനെയായിരിക്കണം, കൾച്ചറൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ സൊസൈറ്റിയിലെ സൊസൈറ്റി ഇപ്പം നമ്മൾ ഓർമ്മ വെച്ചിടം മുതൽ നമ്മുടെ കണ്ണടയുന്നിടം വരെ സൊസൈറ്റി തന്നെയാണ് അല്ലേ. നമ്മൾ എവിടെ ചെന്ന് അറിയാം. അപ്പം നമുക്ക് ഒരു മൂല്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും ആ മൂല്യത്തെ പണയം വെക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനായിട്ട് തന്നെ ഇരിക്കുക. അപ്പം നമ്മളിൽ ചിലരൊക്കെ പറയാറുണ്ടല്ലേ, എനിക്ക് എൻ്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു, ഞാൻ ഇല്ല ഗ്രൂപ്പിൽ ചെന്നപ്പോൾ അവർ ഫോഴ്സ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ആയതാണ്. അങ്ങനെയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണോ അത് എവിടെ ചെന്നാലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ശരിക്കും കൾച്ചർ എന്ന് പറയുന്നത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. ടുഡേ വി ഡിസ്കസ് socio-cultural environment. First we discuss what is socio-cultural environment. That is, we says that business and culture are closely related, and so socio-cultural environment refers to the influence exercised by certain social and cultural factors like family, marriage, religion, education or attitude of people, etc. And say by defined culture we can say is that culture is understood as that complex whole which include knowledge, belief, art, moral, custom and other capability acquired by an individual as a member of a society. And in short we can say is that cultural ethos are passed from generation to generation, and it has two phenomena, that is shared value and passage of time.
And next we discuss Francis Merlin formulated the concept of culture, and he says that it is characterized by human product of social interaction. It provides socially acceptable pattern of meeting biological and social need. And the third, he says that it is cumulative and it is passed from generation to generation in a given society. Next, he says that it is learned by each individual in the course of its development in a particular society. Next is therefore a basic determinant of personality. And last, he says that it depends for its existence upon the continued functioning of society, but is independent of an individual or a group. So clear with this section? I hope you all understood the topic. So prepare well, study well. This is the end of today's section. Thank you.